1 സാമുവേൽ 28 9 മുതലുള്ള തിരുവചനങ്ങൾ. അവൾ പറഞ്ഞു, സാവൂൾ മന്ത്രവാദികളെയും ആഭിചാരകരെയും നാട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് നിനക്കറിയാമല്ലോ. പിന്നെ എന്തിന് എന്നെ കൊല്ലിക്കാൻ കെണിവെക്കുന്നു? ഇക്കാര്യത്തിൽ ഒരു ശിക്ഷയും നിനക്കുണ്ടാവുകയില്ലെന്ന് സാവൂൾ കർത്താവിൻ്റെ നാമത്തിൽ ആണയിട്ട് അവളോട് പറഞ്ഞു. അവൾ ചോദിച്ചു, ഞാൻ ആരെയാണ് വരുത്തിത്തരേണ്ടത്? സാമുവേലിനെ വരുത്താൻ അവൻ ആവശ്യപ്പെട്ടു. സാമുവേലിനെ കണ്ടപ്പോൾ അവൾ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് സാവൂളിനോട് ചോദിച്ചു, എന്തിനാണ് എന്നെ കബളിപ്പിച്ചത്? അങ്ങ് സാവൂളല്ലേ? രാജാവ് അവളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ എന്താണ് കാണുന്നത്? അവൾ പറഞ്ഞു, ഒരു ദേവൻ ഭൂമിയിൽ നിന്ന് കയറി വരുന്നതായി ഞാൻ കാണുന്നു. അവൻ വീണ്ടും ചോദിച്ചു, അവൻ്റെ രൂപം എങ്ങനെ? അവൾ പറഞ്ഞു, ഒരു വൃദ്ധനാണ് കയറി വരുന്നത്, അങ്കി ധരിച്ചിരിക്കുന്നു. അത് സാമുവേലാണെന്ന് സാവൂളിന് മനസ്സിലായി. അവൻ സാഷ്ടാംഗം വീണു വണങ്ങി. സാമുവേൽ അവനോട് ചോദിച്ചു, നീ എന്നെ വിളിച്ചു വരുത്തി ശല്യപ്പെടുത്തുന്നത് എന്തിന്? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് നമ്മളുടെ മുൻപിലെ ഒരു ചോദ്യചിഹ്നമാണ്, മരിച്ചുപോയവർ തിരിച്ചു വരുമോ? അല്ലെങ്കിൽ മരിച്ചുപോയവർക്ക് എന്ത് ശക്തിയാണ് ഉള്ളതെന്ന്. മരിച്ചുപോയവർ ഒരാത്മാവല്ലേ? ജീവിച്ചിരിക്കുന്നവരുടെ മധ്യേ അവർ വരുമോ എന്ന് തിരുവചനം വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരു വ്യക്തിയെ തിരിച്ചു വിളിക്കാൻ വേണ്ടി, കാര്യങ്ങൾ അറിയാൻ വേണ്ടി ആ രാജാവ് വേഷം മാറി ഒരു മന്ത്രവാദിയുടെ അടുത്ത് ചെന്ന് മന്ത്രവാദിനെയും കൊണ്ട് മരിച്ചുപോയാളെ വിളിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. ആ മരിച്ചുപോയ, വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയിരിക്കുന്ന ആ പ്രവാചകൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതല്ല കാണുന്നത്, ഭൂമിയിൽ നിന്ന് കയറി വരുന്നതാണ് കാണുന്നത്. അത് ഒരു ദേവനെ പോലെ പ്രൗഢമുള്ള മുഖഭാവത്തോടെയാണ് വരുന്നത്. ആ മരിച്ച വ്യക്തിയെ കണ്ടപ്പോൾ ജീവിച്ചിരിക്കുന്നവൻ സാഷ്ടാംഗം ആ മരിച്ചവനെ പ്രണമിച്ചു എന്നാണ് വചനം പറയുന്നത്. അപ്പം തിരുവചനങ്ങൾ നമുക്ക് മുൻപിൽ സത്യമായിട്ട് നിൽപ്പുണ്ട്. ഈ സത്യത്തെ നമ്മളെടുത്ത് ധരിക്കുക, അറിവ് നേടുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.